നമസ്കാരം, സിറ്റുവേഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വാഴത്തോപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസിന്റെ സാരി വലിച്ചു പറിച്ചെന്ന ആരോപണത്തിന് പിന്നാലെ സംഘർഷം. ഹോട്ടൽ മാലിന്യവും മനുഷ്യ വിസർജ്യങ്ങളും പുറത്തേക്ക് ഒഴുക്കി തടിയമ്പാട് പ്രദേശവാസികൾ ദുരിതത്തിൽ. വേനലിന്റെ ആരംഭത്തിൽ തന്നെ വറ്റി വരണ്ട കല്ലാർ ഡാം. സാധാരണ ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് ഡാമിൽ ജലം കുറയാറുള്ളത്. കൊന്നത്തടി കൊമ്പടിഞ്ഞാലിൽ ഒരു കുടുംബത്തിലെ 4 പേർ വീടിന് തീപിടിച്ച് മരിച്ച സംഭവത്തിന്റെ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിട്ടു. വിശദമായ വാർത്തകളിലേക്ക്. വാഴത്തോപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസിന്റെ സാരി വലിച്ചു പറിച്ചെന്ന ആരോപണത്തിന് പിന്നാലെ സംഘർഷം രൂക്ഷം. പ്രസിഡന്റ് ഉൾപ്പെടെ 4 പേർ ഇടുക്കി മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ. വാഴത്തോപ്പ് പഞ്ചായത്ത് കമ്മിറ്റി യോഗത്തിനിടെയുണ്ടായ സംഘർഷത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസ്, വൈസ് പ്രസിഡന്റ് സെലിൻ വിൻസൺ, പ്രതിപക്ഷ അംഗങ്ങളായ സിജി ചാക്കോ, പ്രഭാ തങ്കച്ചൻ എന്നിവരാണ് ഇടുക്കി മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയത്. സംഭവത്തിൽ പ്രതിപക്ഷ അംഗം സിജി ചാക്കോയുടെ കവിളിന് അടിയേറ്റതിനെ തുടർന്ന് പല്ലിന് ഇളക്കം സംഭവിച്ചു. മറ്റൊരു പ്രതിപക്ഷ അംഗമായ പ്രഭാ തങ്കച്ചന്റെ കൈക്ക് ഗുരുതര പരിക്കേറ്റതിനെ തുടർന്ന് പ്ലാസ്റ്റർ ഇട്ടു. സിജി ചാക്കോ പറയുന്നത് ഇങ്ങനെ: ഞങ്ങളെ ഉപദ്രവിച്ച് ഞാനും പ്രവചിച്ചായിരുന്നു ഫ്രണ്ട് റോയിലിരുന്നത്. ഞാൻ കസാരയിൽ നിന്ന് എഴുന്നേറ്റിട്ട് പോലുമില്ല, ഞാൻ കസാരയിൽ തന്നെ ഇരിക്കുകയായിരുന്നു. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വനിതകൾക്ക് കേസിൽ ഗുണം കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും ഒരുപക്ഷെ അവർ ഉപദ്രവിച്ചെന്നും ഡ്രസ്സ് മാറ്റിയെന്നുമൊക്കെ പറയുന്നത്. ഞങ്ങളങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഞാൻ കസാരയിൽ നിന്ന് എഴുന്നേറ്റിട്ടില്ല. എൻ്റെ കൗളത്തിൻ്റെ ആഞ്ഞടിക്കുകയാണ് ചെയ്തത്. അത് തടയാൻ ചെന്ന പ്രസിഡന്റിനെ, തൊട്ടടുത്തിരുന്ന പ്രവചേച്ചിനെ വൈസ് പ്രസിഡന്റ് അടിച്ച് കൈക്ക് ചതവ് പറ്റി നീര് വെച്ച് ഇരിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഇത് അവരിപ്പോൾ കള്ളം പറഞ്ഞുകൊണ്ട് മറ്റ് പത്രസമ്മേളനത്തിൽ കള്ളം പറഞ്ഞതുപോലെ തന്നെ കള്ളം പറഞ്ഞ് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസിനും വൈസ് പ്രസിഡന്റ് സെലിൻ വിൻസെന്റിനും പരിക്കേറ്റതിനെ തുടർന്ന് ഇരുവരെയും ഇടുക്കി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ച് ചികിത്സ നൽകുകയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിൽ ശക്തമായ വാക്പോരാണ് നിലനിന്നിരുന്നത്. ഇന്ന് നടന്ന കമ്മിറ്റി യോഗത്തിനിടെ പ്രതിപക്ഷ അംഗമായ സിജി ചാക്കോ കള്ളി കള്ളി പെരുങ്കള്ളി എന്ന മുദ്രാവാക്യം വിളിച്ചതോടെയാണ് വാക്കേറ്റം രൂക്ഷമായതെന്ന് ഭരണപക്ഷ അംഗങ്ങൾ പറയുന്നു. തുടർന്ന് ഇരുവിഭാഗങ്ങളും തമ്മിൽ തള്ളും തെള്ളലും കയ്യാങ്കളിയും ഉണ്ടാകുകയായിരുന്നു. ഇതിനിടെയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസിന്റെ സാരി വലിച്ചു പറിച്ചതായി ആരോപണമുയർന്നത്. തന്റെ കവിളത്ത് സിജി ചാക്കോ ആഞ്ഞടിച്ചു എന്ന ആൻസി തോമസ് പറയുന്നു. പൊട്ടിയ പോലെ എനിക്ക് ചെവി കേൾക്കത്തില്ല, വേദന, ഭയങ്കര വേദനയാണ്. എൻ്റെ സാരി വലിച്ചു പറിച്ച, എൻ്റെ സാരി വലിച്ചു പറിച്ചിട്ടാണ് ചെവിക്ക് അടിച്ചിട്ടാണ് സാരി വലിച്ചു പറിച്ചത്. സാരിയും വലിച്ചു പറിച്ച് എന്നെ ആരോ പിടിച്ചോണ്ട് പോയി. ഞാൻ ടോയ്ലറ്റിൽ പോയി എന്നെ വൈസ് പ്രസിഡന്റ് പിടിച്ചു മാറ്റിയാണ് ഡ്രസ്സ് മാറിയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്ക് എന്നെ അവിടെ ഉണ്ടായി അവന്മാർ വന്നിട്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾ ഒച്ചപ്പാട് ഈ കഴിഞ്ഞ ദിവസം തൊട്ട് തെറിയും ഒച്ചപ്പാടുമാണ്. അത് ഉണ്ടാക്കാതെ പദ്ധതിക്ക് ഇന്ന് ജനറൽ കമ്മിറ്റിയാണ്, പദ്ധതി അംഗീകരിക്കണം, അതുകൊണ്ട് കമ്മിറ്റി കൂടണമെന്ന് പറഞ്ഞപ്പോൾ നിന്നെ കമ്മിറ്റി കൂടിക്കുകയല്ലടി എന്നാണ് പറയണേ. നിന്നെ കമ്മിറ്റി കൂടിക്കുകയല്ല, നിന്നെ ഇവിടെ പദ്ധതി എടുപ്പിക്കുകയല്ലെന്നും പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങിപ്പോകാൻ പറഞ്ഞു. അന്നേരമാണ് ഞാനങ്ങ് ഇറങ്ങി സ്റ്റാൻഡ് താഴെ ഇറങ്ങിയപ്പോൾ സ്റ്റാൻഡിൽ ഗ്ലാസ് തട്ടി മറിച്ചിട്ട് എനിക്കിട്ട് അടിക്കുകയും അതുപോലെ തന്നെ നിന്നെ ശരിയാക്കൂടി എന്നാണ് പറയണേ. ശരിയാക്കൂടി എന്ന് പറഞ്ഞ് അടിയും കഴിഞ്ഞിട്ടാണ് സാരി വലിച്ചു പറിച്ചത്. പോലീസ് സംഘത്തിന്റെ കർശന കാവലിലാണ് ഇടുക്കി മെഡിക്കൽ കോളേജ്. ഇരുവിഭാഗത്തിലെയും നേതാക്കന്മാരും അണികളും ആശുപത്രി പരിസരത്ത് തമ്പടിച്ചിട്ടുണ്ട്. സംഘർഷാവസ്ഥ തുടരുന്നതിനാൽ പോലീസ് സാന്നിധ്യത്തിലാണ് ആശുപത്രിയിൽ ചികിത്സ നടക്കുന്നത്. സംഭവം പ്രദേശത്ത് വലിയ രാഷ്ട്രീയ വിവാദത്തിനിടയാക്കിയിരിക്കുകയാണ്. സിറ്റി വിഷൻ ഇടുക്കി. ഹോട്ടൽ മാലിന്യവും മനുഷ്യ വിസർജ്യങ്ങളും പുറത്തേക്കൊഴുക്കി തടിയമ്പാട് പ്രദേശവാസികൾ ദുരിതത്തിൽ. ദുർഗന്ധവും ഈച്ചശല്യവും വർദ്ധിച്ചതോടെ ജീവിക്കാനാകാത്ത ദുരിതത്തിൽ തടിയമ്പാട് പബ്ലിക് മാർക്കറ്റ് പരിസരത്തെ കുടുംബങ്ങൾ. തടിയമ്പാട് പ്രവർത്തിക്കുന്ന ജോവാൻ ജോ ഹോട്ടലിൽ നിന്നുള്ള കക്കൂസ് മാലിന്യങ്ങൾ ഉൾപ്പെടെ അഴുക്കുവെള്ളം പുറത്തേക്കൊഴുക്കിയതോടെ പ്രദേശവാസികൾ ഗുരുതര ദുരിതത്തിലായി. നിരവധി തവണ പരാതി നൽകിയിട്ടും ആരോഗ്യവകുപ്പടക്കമുള്ള ബന്ധപ്പെട്ട അധികാരികൾ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്നാണ് നാട്ടുകാരുടെ ആരോപണം. ഇന്നലെ ഉച്ചയോടെയാണ് ഹോട്ടലിന്റെ പിന്നാമ്പുറത്തുള്ള ചെറിയ ഓട വഴി
കക്കൂസ് മാലിന്യങ്ങൾ ഉൾപ്പെടെ അഴുക്കുവെള്ളം തുറന്നുവിടുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. ഇതോടെ പ്രദേശത്ത് ശക്തമായ ദുർഗന്ധം വ്യാപിക്കുകയും ഈച്ചശല്യം വർദ്ധിക്കുകയും ചെയ്തു. നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയതോടെ ഹോട്ടലുടമ ടാങ്കറിൽ വെള്ളമെത്തിച്ച് സ്ഥലം കഴുകി വൃത്തിയാക്കാൻ ശ്രമിച്ചെങ്കിലും ദുർഗന്ധം പൂർണ്ണമായി മാറിയില്ല. തുടർന്ന് കുമ്മായം വിതറി ശുചീകരിക്കാൻ ശ്രമിച്ചെങ്കിലും ദുർഗന്ധവും മാലിന്യവും പ്രദേശത്ത് തന്നെ കെട്ടിക്കിടക്കുകയാണ്. അപ്പോൾ സ്ഥിരമായിട്ട് ഈ ഓടയിൽ കൂടിയാണ് ഇവർ മാലിന്യം ഒഴുകിക്കൊണ്ടിരുന്നത്. അത് എല്ലാവരും കൂടി ബന്ധപ്പെട്ട് അത് അവസാനിപ്പിച്ചുകൊണ്ട് ടാങ്കിലേക്ക് ആക്കിയിട്ട് ആ ടാങ്ക് ഇന്നലെ പൊട്ടിച്ച് ഈ ഓടയിലേക്ക് തള്ളിയിട്ടുണ്ട്. ഇവിടെ ഞങ്ങൾ ഒരുപാട് പിള്ളേരും ജലസ്രോതസ്സൊക്കെ ഉള്ളതാണ്. അതിനകത്തൊക്കെ എല്ലാത്തിലേക്കും ഈ വേസ്റ്റ് വന്ന് ഇവിടെ മണം കൊണ്ട് നിൽക്കത്തില്ലാത്തൊരവസ്ഥയാണ്. ഇപ്പം ഞങ്ങളൊരു 3-4 പ്രാവശ്യം പറഞ്ഞ് അവർ പിന്നെ ചെയ്യില്ല എന്ന് പറയും, വീണ്ടും ഇത് തന്നെ ആവർത്തിച്ചിരിക്കുന്നത്. ഹോട്ടൽ മാലിന്യം കക്കൂസ് മാലിന്യം ഇപ്പം നിലവിൽ വാഴത്തോപ്പ് പഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ കൊടുത്തിട്ടുണ്ട്. അവർ വന്ന് കഴിഞ്ഞ ദിവസം നോക്കിയിട്ട് അത് വേസ്റ്റ് മാറ്റണമെന്ന് പറഞ്ഞാൽ ആ വേസ്റ്റ് വാരി ഓടയിലേക്ക് തട്ടുകയാണ്. ജില്ലാ ആസ്ഥാന മേഖലയിൽ ഉൾപ്പെടെ പ്രവർത്തിക്കുന്ന പല ഹോട്ടലുകളും കൃത്യമായ മാലിന്യ സംസ്കരണ സംവിധാനമില്ലാതെയാണ് പ്രവർത്തിക്കുന്നതെന്നാണ് നാട്ടുകാരുടെ പരാതി. ഇത്തരത്തിൽ രാത്രികാലങ്ങളിലും മറ്റും തുറന്നുവിടുന്ന മാലിന്യങ്ങൾ ഒടുവിൽ പെരിയാറിലേക്കാണ് ഒഴുകുന്നത്. ചെറുതോണി മുതൽ ആലുവ വരെ 10,000-കണക്കിന് ആളുകൾ കുടിവെള്ളത്തിനും മറ്റാവശ്യങ്ങൾക്കും ആശ്രയിക്കുന്ന പെരിയാർ നദി മലിനമാകുന്നതിന് പ്രധാന കാരണം തടിയമ്പാട്, ചെറുതോണി മേഖലകളിലെ ഹോട്ടലുകളുടെ മാലിന്യ സംസ്കരണത്തിലെ ഗുരുതര വീഴ്ചകളാണെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. സംഭവം പകൽ പോലെ വ്യക്തമായിട്ടും ആരോഗ്യവകുപ്പ് മൗനം പാലിക്കുകയാണെന്നും നാട്ടുകാർ വിമർശിച്ചു. സംഭവത്തിൽ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് വാഴത്തോപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസ് അറിയിച്ചു. സിറ്റി വിഷൻ, ഇടുക്കി. വേനലിന്റെ ആരംഭത്തിൽ തന്നെ വറ്റി വരണ്ട് കല്ലാർ ഡാം. സാധാരണ ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് ഡാമിൽ ജലം കുറയാറുള്ളത്. എന്നാൽ ഇത്തവണ ഫെബ്രുവരി ആദ്യവാരത്തിൽ തന്നെ ഡാം പൂർണ്ണമായും വറ്റി വരണ്ടു. ഇതാണിപ്പോൾ കല്ലാർ ഡാമിന്റെ അവസ്ഥ. ഇടുക്കി ഡാമിന്റെ ഡൈവേർഷൻ ഡാമായ കല്ലാർ ഡാമിൽ സാധാരണഗതിയിൽ വേനൽ അതികഠിനമാകുമ്പോഴാണ് ഡാമിന്റെ അടിത്തട്ട് കാണാറുള്ളത്. എന്നാൽ ഇത്തവണ വേനലിന്റെ ആരംഭത്തിൽ തന്നെ ഡാം ഏതാണ്ട് പൂർണ്ണമായും വറ്റി വരണ്ടു. കല്ലാർ പുഴയെയും ഡാമിനെയും ആശ്രയിച്ചാണ് നൂറുകണക്കിന് ആളുകൾ കന്നുകാലി വളർത്തൽ ഉൾപ്പെടെയുള്ള ഉപജീവന മാർഗങ്ങൾ കണ്ടെത്തുന്നത്. ഡാം നേരത്തെ വറ്റിയത് ഇത്തവണ വരാൻ പോകുന്ന വേനലിന്റെ സൂചനയാണോ എന്ന ആശങ്കയിലാണ് നാട്ടുകാർ. ഈ പ്രാവശ്യം എന്ന് പറഞ്ഞാൽ ഫെബ്രുവരി മാസം ആയപ്പോഴത്തേക്കും തന്നെ വെള്ളം വറ്റുന്നത് ആദ്യമായിട്ടാണ് നമ്മൾ അറിയുന്നത്. പക്ഷെ എല്ലാവരും കന്നുകാലികളെ വളർത്തുന്നതും ഈ പ്രാവശ്യം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ വേനൽ കടുക്കുന്നത് കൊണ്ട് ജലക്ഷാമം രൂക്ഷമായിട്ട് ഉണ്ടാകും എന്നുള്ളതാണ് പൊതുവെ എല്ലാവർക്കും അറിയാൻ പറ്റുന്ന ഒരു കാര്യം. വെച്ചാൽ കാറ്റ്, അതുപോലെ തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര കഠിനമായ ചൂട്, അതുകൊണ്ടായിരിക്കണം ഏറെക്കുറെ എന്ന് പറയുന്നത് നല്ല രീതിയിൽ തന്നെ ഇപ്പം ഈ ഡാമാണ് തന്നെ വെള്ളം പരമാവധി മാക്സിമം കുറഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ കാണാൻ തുടങ്ങിയിരിക്കുന്നത്. നിലവിൽ 3 അടി ജലം മാത്രമാണ് ഡാമിലുള്ളത്. കല്ലാർ പുഴയിലെയും നീരൊഴുക്ക് 4/1 കുറഞ്ഞിട്ടുണ്ട്. സിറ്റി വിഷൻ, നെടുങ്കണ്ടം. കൊന്നത്തടി കൊമ്പൊടിഞ്ഞാലിൽ ഒരു കുടുംബത്തിലെ 4 പേർ വീടിന് തീ പിടിച്ചു മരിച്ച സംഭവത്തിന്റെ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിട്ടു. ലോക്കൽ പോലീസിന്റെ അന്വേഷണം തൃപ്തികരമല്ലെന്ന ജനകീയ സമിതിയുടെ പരാതിയെ തുടർന്നാണ് നടപടി. ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ജോയ് മാത്യുവിനാണ് അന്വേഷണ ചുമതല. കഴിഞ്ഞ മെയ് 9-നാണ് കൊന്നത്തടി കൊമ്പൊടിഞ്ഞാലിൽ തെള്ളിപ്പറമ്പിൽ പരേതനായ അനീഷിന്റെ ഭാര്യ ശുഭ, മക്കളായ അഭിനവ്, ശുഭയുടെ മാതാവ് പൊന്നമ്മ എന്നിവരെ വീടിനുള്ളിൽ വെന്തുമരിച്ച നിലയിൽ കണ്ടെത്തിയത്. വീടിന് തീപിടിച്ചുണ്ടായ ദുരന്തത്തിൽ ദുരൂഹതയുണ്ടെന്ന സംശയം മരിച്ച ശുഭയുടെ ബന്ധുക്കളടക്കം ജനകീയ സമിതിയും മുമ്പോട്ട് വയ്ക്കുന്നുണ്ട്. എന്നാൽ സംഭവം നടന്ന 9 മാസം പിന്നിടുമ്പോഴും അന്വേഷണം എങ്ങുമെത്തിയില്ലെന്നാണ് ജനകീയ സമിതിയുടെ ആരോപണം. ഈ സാഹചര്യത്തിലാണ് കേസിന്റെ തുടരന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിട്ടത്. ഇടുക്കി ജില്ലാ പോലീസ് മേധാവി KM സാബു മാത്യുവിൻ്റേതാണ് ഉത്തരവ്. ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ജോയ് മാത്യുവിനാണ് അന്വേഷണ ചുമതല. കേസ് അന്വേഷണം ത്വരിതപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട ജനകീയ സമിതി ഇന്ന് കൊന്നത്തടി പഞ്ചായത്തിൽ ഹർത്താലിന് ആഹ്വാനം ചെയ്തിരുന്നു. 4 പേരുടെ മരണത്തിനിടയാക്കിയ തീപിടുത്തമുണ്ടായതെങ്ങനെ, ഒരു മൃതദേഹം ഒഴികെ മറ്റു മൃതദേഹങ്ങൾ പൂർണ്ണമായി തന്നെ കത്തിച്ചാമ്പലായതെങ്ങനെ തുടങ്ങി വിവിധ സംശയങ്ങൾ ജനകീയ സമിതി മുമ്പോട്ട് വയ്ക്കുന്നു. ഒപ്പം സംഭവത്തിൽ മറ്റ് ചില ദുരൂഹതകളുള്ളതായും ജനകീയ സമിതി ആരോപിക്കുന്നു. ഇക്കാര്യങ്ങളിലൊക്കെയും വസ്തുപരമായ അന്വേഷണം വേണമെന്നാണ് ജനകീയ സമിതിയുടെ ആവശ്യം. സിറ്റി വിഷൻ, അടിമാലി.
സംസ്ഥാനത്ത് തന്നെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമെങ്കിലും മൂന്നാറിൽ ഒരു സ്വകാര്യ ബസ് സ്റ്റാൻഡ് ഇല്ലാത്തത് വലിയ പ്രതിസന്ധിയായി തുടരുന്നുണ്ട്. നിലവിൽ മൂന്നാർ പോസ്റ്റ് ഓഫീസിന് സമീപത്തായി ഓട്ടോറിക്ഷ, ടാക്സി, ജീപ്പുകൾ പാർക്ക് ചെയ്യുന്നതിന് നടുവിലാണ് ബസ് സ്റ്റാൻഡ് സ്ഥിതി ചെയ്യുന്നത്. 2026-27 ബജറ്റിൽ ഉൾപ്പെടുത്തി ബസ് സ്റ്റാൻഡിനായി 2 കോടി രൂപ അനുവദിക്കപ്പെട്ടത് വലിയ പ്രതീക്ഷയോടെയാണ് മൂന്നാർ നിവാസികൾ നോക്കിക്കാണുന്നത്. സംസ്ഥാനത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രമാണ് മൂന്നാർ. വിദേശീയരടക്കം ദിവസവും നൂറുകണക്കിന് ആളുകൾ മൂന്നാറിൽ വന്നു പോകുന്നു. എന്നാൽ ബസ്സുകൾ വേണ്ട വിധം പാർക്ക് ചെയ്യാനോ യാത്രക്കാർക്ക് വിശ്രമിക്കാനോ ഇരിക്കാനോ ബസ് സമയം തിരക്കാനോ ഒന്നും സൗകര്യമുള്ള ഒരു ബസ് സ്റ്റാൻഡ് മൂന്നാറിലില്ല. ഈ സാഹചര്യത്തിലാണ് 2026-27 ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തി മൂന്നാറിൽ ബസ് സ്റ്റാൻഡിനായി 2 കോടി രൂപ അനുവദിക്കപ്പെട്ടത്. മൂന്നാറിൽ ബസ് സ്റ്റാൻഡ് എന്നുള്ളത് സ്വകാര്യ ഒരു ബസ് സ്റ്റാൻഡ് പണിയുന്നതിന് വേണ്ടി ഇപ്പോൾ 2 കോടി രൂപ ഗവൺമെൻറ് അനുവദിച്ചു. മൂന്നാറെ സംബന്ധിച്ചിടത്തോളം നിലവിൽ വാഹനങ്ങളെല്ലാം വന്ന് പോകുന്നത് ചെറിയ സൗകര്യങ്ങളുള്ള സ്ഥലങ്ങളിലാണ്. അപ്പോൾ കുറേ നാളത്തെ ഒരു ആവശ്യമാണ് മൂന്നാറിലൊരു നല്ല ബസ് സ്റ്റാൻഡ് വേണം. കഴിഞ്ഞ ബജറ്റിൽ നമ്മൾ 5 കോടി രൂപ KSRTCക്കാണ് വെച്ചിരുന്നത്. അതിൻ്റെ പണികൾ ആരംഭിക്കാൻ പോവുകയാണ്. ഇത്തവണ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡാണ് മൂന്നാറിൽ. നിലവിലുള്ള ബസ് സ്റ്റാൻഡ് എന്ന് പറയുന്നത് നമ്മുടെ പോസ്റ്റ് ഓഫീസ് സ്റ്റാൻഡിലാണ് ബസ്സുകൾ വന്ന് വെയിറ്റ് ചെയ്ത് ആളുകളെ കയറ്റി കൊണ്ടുപോകുന്നത്. ആ സ്ഥലത്ത് ബസ് സ്റ്റാൻഡ് നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത്. നിലവിൽ മൂന്നാർ പോസ്റ്റ് ഓഫീസിന് സമീപത്തായി ഓട്ടോറിക്ഷ, ടാക്സി, ജീപ്പുകൾ പാർക്ക് ചെയ്യുന്നതിന് നടുവിലാണ് ബസ് സ്റ്റാൻഡ് സ്ഥിതി ചെയ്യുന്നത്. ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തി ബസ് സ്റ്റാൻഡിനായി തുക അനുവദിക്കപ്പെട്ടത് വലിയ പ്രതീക്ഷയോടെയാണ് മൂന്നാർ നിവാസികൾ നോക്കിക്കാണുന്നത്. നിലവിൽ 4 ബസ് നിർത്തിയിടുന്നതിനുള്ള പരിമിതമായ സ്ഥലം മാത്രമാണ് ഇപ്പോഴത്തെ സ്റ്റാൻഡിനുള്ളത്. മഴക്കാലത്ത് ബസ് കാത്തു നിൽക്കുന്നവർക്ക് കയറി നിൽക്കാൻ പോലും സൗകര്യമില്ല. അനുവദിച്ച തുക കൊണ്ട് പുതിയ ബസ് സ്റ്റാൻഡ് യാഥാർത്ഥ്യമായാൽ ഈ പ്രശ്നങ്ങൾക്കൊക്കെയും പരിഹാരമാകും. സിറ്റി വിഷൻ, മൂന്നാർ. കല്ലാർകുട്ടി മേഖലയിൽ പട്ടയം വിതരണം ചെയ്യുവാനുള്ള നടപടികൾ സർക്കാർ ഊർജിതമാക്കിയതിന് പിന്നാലെ 3 ചെയിൻ മേഖലയെ ഒഴിവാക്കിയതിൽ വിമർശനവുമായി KPCC വൈസ് പ്രസിഡന്റ് റോയ് കെ പൗലോസ് രംഗത്ത്. യഥാർത്ഥത്തിൽ 10 ചെയിൻ മേഖലയിൽ താമസിക്കുന്ന കർഷകരെ സർക്കാർ വഞ്ചിച്ചിരിക്കുകയാണെന്ന് റോയ് കെ പൗലോസ് പറഞ്ഞു. 3 ചെയിൻ മേഖലയിലാണ് 90% ആളുകളും വീട് വെച്ച് താമസിക്കുന്നതെന്നും ആദ്യത്തെ 3 ചെയിൻ ഒഴിവാക്കി പട്ടയ വിതരണത്തിനുള്ള നീക്കം ജനങ്ങളെ വഞ്ചിക്കുന്നതാണെന്നും റോയ് കെ പൗലോസ് അടിമാലിയിൽ പറഞ്ഞു. കല്ലാർകുട്ടി ഉൾപ്പെടെയുള്ള മേഖലകളിലെ 10 ചെയിനുമായി ബന്ധപ്പെട്ട പ്രദേശങ്ങളിൽ പട്ടയം കൊടുക്കാനുള്ള ഒരു തീരുമാനമെടുക്കുകയും അതിന് അപേക്ഷ സ്വീകരിക്കുന്ന ഒരു വലിയ ചടങ്ങായിട്ട് ആഘോഷപൂർവ്വം LDF നടത്തുകയൊക്കെ ചെയ്യുന്നത് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി. യഥാർത്ഥത്തിൽ ഗവൺമെൻറ് ഈ 10 ചെയിനുമായി ബന്ധപ്പെട്ട പ്രദേശങ്ങളിൽ താമസിക്കുന്ന കർഷകരെ വഞ്ചിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഗവൺമെൻറ് എടുത്തിരിക്കുന്ന തീരുമാനം എന്താ? 7 ചെയിൻ മേഖലയിൽ കൊടുക്കുക, 3 ചെയിനിൽ കൊടുക്കുന്നില്ല. ഈ 3 ചെയിൻ എന്ന് പറയുന്ന പരമാവധി വെള്ളം പൊങ്ങിക്കഴിഞ്ഞാൽ അവിടെ നിന്നുള്ള ആദ്യത്തെ 3 ചെയിൻ, ആ 3 ചെയിനിൻ്റെ അകത്താണ് 90% ആളുകളും വീട് വെച്ച് താമസിക്കുന്നത്. അതിന് മുകളിലേക്കുള്ള 7 ചെയിൻ എന്ന് പറയുന്നത് കാര്യമായിട്ട് അവിടെ ആരും താമസമില്ല. അപ്പോൾ ഫലത്തിലിപ്പോൾ കാഞ്ചിയാറ്, കാഞ്ചിയാറ്, ഉപ്പുതറ, അയ്യപ്പൻകോവിൽ, ആ 3 പഞ്ചായത്തിൽ 7 ചെയിനിൽ പട്ടയം കൊടുക്കാൻ തീരുമാനിച്ച് പരിശോധിച്ച് വന്നപ്പോൾ അവിടെ പട്ടയം കിട്ടേണ്ട ആളുകളുടെ 10% പോലും ഈ 7 ചെയിൻ്റെ അകത്തില്ല. ആളുകൾ മുഴുവൻ ഒഴിവായി പോയിട്ടിരിക്കുകയാണ്. യഥാർത്ഥ ആളുകൾ മുഴുവൻ ഒഴിവായിരിക്കുകയാണ്. അത് തന്നെയാണ് കല്ലാർകുട്ടിയിൽ സംഭവിക്കാൻ പോകുന്നത്. ഇവിടെ എന്തോ വലിയ കാര്യം നടന്നു, ജനങ്ങളെ സഹായിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് LDF ആഹ്ലാദ പ്രകടനം വരെ നടത്താൻ ഒരു നാണവുമില്ലാതെ അവരതുവരെ സംഘടിപ്പിച്ചിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ജനങ്ങളെ വഞ്ചിച്ചിരിക്കുകയാണ്. ഏകാരോഗ്യം പദ്ധതിയുടെ ഭാഗമായുള്ള സാമൂഹികാധിഷ്ഠിത നിരീക്ഷണം ശക്തമാക്കാൻ പട്ടം കോളനി കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ നടന്ന പരിശീലന പരിപാടിയിൽ തീരുമാനിച്ചു. വിവിധ വകുപ്പുകൾക്കായി നടത്തിയ ഏകാരോഗ്യ പരിശീലനം പഞ്ചായത്ത് പ്രസിഡന്റ് ഷിഹാബ് ഈട്ടിക്കൽ ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യം, തദ്ദേശ സ്വയംഭരണം, മൃഗസംരക്ഷണം, ഭക്ഷ്യസുരക്ഷ, വനം, വന്യജീവി, കൃഷി, ജലസേചനം, പരിസ്ഥിതി, കാലാവസ്ഥ, സാമൂഹിക നീതി തുടങ്ങിയ വിവിധ വകുപ്പുകളുമായി ചേർന്നാണ് പദ്ധതി നടപ്പാക്കുന്നത്. വാർഡ് തലത്തിൽ സന്നദ്ധ പ്രവർത്തകരുടെ വാട്സപ്പ് കൂട്ടായ്മയിലൂടെ വിവിധ വകുപ്പുകൾ ഇടപെടേണ്ട പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടുകയും അടിയന്തര പ്രശ്നപരിഹാരം സാധ്യമാക്കുകയുമാണ് പരിപാടിയുടെ ലക്ഷ്യം. രീതിയിലുള്ള ഒരു ക്ലാസ് നയിക്കുകയും ചെയ്തു. അതിനുവേണ്ടി മുൻകൈയെടുത്ത് ഈ ക്ലാസ് നയിക്കുന്നതിന് വേണ്ടി മുൻകൈയെടുത്ത നമ്മുടെ പ്രിയപ്പെട്ട മുൻ
ആരോഗ്യ വകുപ്പിന്റെ നമ്മുടെ ഇൻസ്പെക്ടറായ ശ്രീ സന്തോഷ് സാറിനെ ഞങ്ങളുടെ എല്ലാ ബന്ധുക്കളും നന്ദി അറിയിക്കുന്നു. ഏകാരോഗ്യം എന്നുള്ളൊരു നവകേരള പദ്ധതിയുടെ ഭാഗമായിട്ട് കേരളത്തിലെ 5 ജില്ലകളിൽ നടത്തുന്ന ഒരു പദ്ധതിയാണ്. അപ്പം കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിലായിട്ട് 4 ജില്ലകൾ നടത്തുന്ന ഒരു പദ്ധതിയാണ്. ഒരു പൈലറ്റ് പ്രൊജക്റ്റായിട്ട് നടത്തുന്നതാണ് വൺ ഹെൽത്ത് എന്നുള്ളത്. മനുഷ്യരുടെ മാത്രമല്ല, മനുഷ്യരുടെയും മറ്റ് സർവ്വചരാചരങ്ങളുടെയും ആരോഗ്യത്തെ ഒരേപോലെ പരിപാലിച്ചുകൊണ്ട്, അതായത് മൃഗങ്ങൾക്കുണ്ടാകുന്ന അസുഖങ്ങൾ മനുഷ്യരിലേക്ക് ബാധിക്കാതിരിക്കാൻ, ഹ്യൂമൻ ആനിമൽ ഇന്റർഫേസ് മുതലായ പ്രശ്നങ്ങൾ തടയുന്നതിന്, പരിസ്ഥിതി ആഘാതങ്ങൾ കുറയ്ക്കുന്നതിന്, സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ സാധ്യമാക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഉള്ള ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്യാമള വിശ്വനാഥന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മോഹനൻ മുല്ലക്കൽ, ആരോഗ്യ പ്രവർത്തകരായ ഡോക്ടർ മഹേഷ് ശാന്ത്, ആർ സന്തോഷ്, വിനോദ് കുമാർ എസ്, അമ്പാൻ തുടങ്ങിയവർ സംസാരിച്ചു. സിറ്റി വിഷൻ, നെടുങ്കണ്ടം. റംസാൻ വന്നെത്തിയതോടെ ജില്ലയിൽ ഈന്തപ്പഴ വിപണി ഉണർന്നു. 45-ലധികം തരം ഇനങ്ങളാണ് വിപണിയിൽ വിൽപ്പനയ്ക്കായി എത്തിച്ചിരിക്കുന്നത്. വില കൂടിയ അജ്വ മുതൽ താരതമ്യേന വിലക്കുറവുള്ള ഹാദി, ഹസ അടക്കമുള്ളവയാണ് വിപണിയിൽ താരങ്ങളായി വിൽപ്പനയ്ക്ക് എത്തിച്ചിരിക്കുന്നത്. അജ്വയ്ക്ക് വിപണിയിൽ 2500 രൂപയാണ് കിലോയ്ക്ക് വിലയെങ്കിൽ ഹാദിക്കും ഹസയ്ക്കും 250 രൂപയാണ് വില കച്ചവടക്കാർക്ക് ഉപഭോക്താക്കൾ നൽകേണ്ടത്. കൂടാതെ അബ്ബർ, മജ്ദോൽ, ജോർദൻ, സഫാവി, ഖർണി, സുക്രി, അമീർ, ഇറാഖി, ത്വാഹിദ്, ഷാലിമാർ തുടങ്ങിയവയാണ് റമസാനായി പ്രത്യേകം എത്തിച്ചിരിക്കുന്നത്. അറേബ്യയിലെ വിവിധയിടങ്ങളിലെ കൃഷിയിടങ്ങളിൽ നിന്നാണ് ഇത് എത്തിച്ചതെന്നും വിപണിയിൽ മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നതെന്നും കച്ചവടക്കാർ പറയുന്നു. വിവിധതരം ഈന്തപ്പഴങ്ങളാണ് എത്തിച്ചേർന്നിട്ടുള്ളത്. സൗദി ഐറ്റമായ ഷുക്രി പോലെയുള്ള തുടങ്ങി മഫാസാത്തി, ഫറാരി, അതുപോലെ തന്നെ നമ്മുടെ നെവാറ, മഷ്റൂഖ് തുടങ്ങി 14-15 ഐറ്റം നമുക്ക് തന്നെ ഉണ്ട്. ഇതിൽ കൂടുതൽ വിലയുള്ള ഐറ്റങ്ങൾ വേറെ വിപണിയിൽ ലഭ്യമാണ്. 14-15 ഐറ്റം കാരക്ക ഉൾപ്പെടെയുള്ള ഐറ്റങ്ങൾ നമുക്ക് വന്നിട്ടുണ്ട്. അറേബ്യയിൽ മാത്രം 2862 തരം ഈന്തപ്പഴങ്ങളുണ്ട്. ഇതിൽ ചെറിയ ശതമാനം മാത്രമാണ് ഇന്ത്യയിലെത്തുന്നത്. വ്രതശുദ്ധിയുടെ പുണ്യവുമായി നോമ്പുതുറ സമയത്ത് വിശ്വാസിയുടെ തൊണ്ടയിലേക്ക് വിശുദ്ധി പകരുന്നത് കാരക്കയും ഈന്തപ്പഴവും ഉപയോഗിച്ചാണ്. നിങ്ങൾ കാരക്ക കൊണ്ട് നോമ്പ് തുറക്കുക, കാരണം അതിൽ അനുഗ്രഹമുണ്ട് എന്നാണ് നബി വചനം. എന്താണെങ്കിലും ജില്ലയിലെ വിവിധ ടൗണുകളിൽ ഈന്തപ്പഴ വിപണികൾ സജീവമാണ്. സിറ്റി വിഷൻ, നെടുങ്കണ്ടം. ഇടവേള. ഇതാണ് സാധനം. ഇവനെ അങ്ങ് പ്രയോഗിച്ചാൽ ഏതേലും സൂപ്പറായിട്ട് കായ്ക്കും. എല്ലാ പൂക്കളും കായാകുന്നതിന് ബെൻസാവൈറ്റ്, ചൊറിയില്ലാത്ത കായ്കൾക്കായി സൾഫോസ്, കൂടാതെ അമിൻഡ, ഹീര, ഡോറിസ്, വെൽവെറ്റ്. കർഷകന്റെ പ്രതീക്ഷയ്ക്കൊത്ത ഉൽപാദനം വർദ്ധിക്കാൻ വൈറ്റ്ഫീൽഡ് ഇന്റർനാഷണലിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ. 1.5 പതിറ്റാണ്ടിലേറെയായുള്ള സേവന പാരമ്പര്യവുമായി ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ. 300 mA ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, രാജാക്കാട്. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്കാട്.
വീണ്ടും വാർത്തകളിലേക്ക്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്രയ്ക്ക് 23-ന് നെടുങ്കണ്ടത്ത് സ്വീകരണം നൽകും. 23-ന് രാവിലെ 11-നാണ് നെടുങ്കണ്ടത്ത് യാത്ര എത്തുന്നത്. സമകാലീന കേരളം നേരിടുന്ന പ്രശ്നങ്ങളെ വിശകലനം ചെയ്യുന്നതിനും പരിഹാരം ആരായുന്നതിനുമാണ് പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ പുതുയുഗ യാത്ര നടത്തുന്നത്. 10 വർഷം കേരളം ഭരിച്ചുമുടിച്ച ഇടതു സർക്കാരിന്റെ അഴിമതി, സ്വജനപക്ഷപാതം, ജനവിരുദ്ധ നയങ്ങൾ എന്നിവ തുറന്നു കാണിക്കുക എന്നതും ഈ യാത്രയുടെ ലക്ഷ്യമാണ്. സംസ്ഥാനം അകപ്പെട്ടിരിക്കുന്ന കടക്കെണിയിൽ നിന്നും മോചനം നേടുവാനുള്ള മാർഗങ്ങൾ, വിദ്യാഭ്യാസ മേഖല, ആരോഗ്യ മേഖല, തൊഴിൽ മേഖല എന്നിവ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ ജനങ്ങളുമായി ചർച്ച ചെയ്തുകൊണ്ടാണ് യാത്ര നടക്കുന്നത്. ജില്ലയെ സംബന്ധിച്ച് അതിസങ്കീർണമാണ് ഭൂപ്രശ്നങ്ങൾ. നിർമ്മാണ നിരോധനം, ക്രമവൽക്കരണത്തിന്റെ പേരിൽ നടക്കുന്ന കൊള്ള, പുതിയ വനഭൂമികളുടെ പ്രഖ്യാപനം, വന്യജീവി ആക്രമണങ്ങൾ, ഇതിനൊക്കെ പരിഹാരമുണ്ടാകേണ്ടിയിരിക്കുന്നുവെന്നും നേതാക്കൾ പറഞ്ഞു. കേരളത്തിന്റെ ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ നയിക്കുന്ന കാസർഗോഡ് നിന്നും ആരംഭിച്ചിരിക്കുന്ന പുതുയുഗ യാത്ര ഫെബ്രുവരി മാസം 23-ാം തീയതി 11 മണിക്ക് തിങ്കളാഴ്ച നെടുങ്കണ്ടത്ത് എത്തിച്ചേരുകയാണ്. പുതിയ യാത്രയെ വരവേൽക്കാൻ വലിയ മുന്നൊരുക്കങ്ങളാണ് ഞങ്ങൾ നടത്തിയിരിക്കുന്നത്. ഉടുമ്പൻചോല നിയോജകമണ്ഡലത്തിലെ 10 പഞ്ചായത്തുകളിൽ നിന്നുമായിട്ട് 5000 പ്രവർത്തകരെ അണിനിരത്തിക്കൊണ്ട് 5000-ൽ കൂടുതൽ ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു ചരിത്രപരമായിട്ടുള്ള ഒരു പ്രോഗ്രാമായി പുതുയുഗ യാത്ര മാറാൻ പോവുകയാണ്. ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റിന്റെ തെറ്റായ നയങ്ങൾക്കെതിരായിട്ടുള്ള ശക്തമായ ജനകീയ അടിത്തറ രൂപപ്പെടുത്തിക്കൊണ്ടാണ് പ്രിയപ്പെട്ട ശ്രീ വി ഡി സതീശന്റെ ജാഥ. നെടുങ്കണ്ടത്ത് എത്തിച്ചേരുന്ന ജാഥയെ സ്വീകരിക്കാൻ വിപുലമായ ഒരുക്കങ്ങളാണ് നടത്തിയിരിക്കുന്നത്. ഉടുമ്പൻചോല അസംബ്ലി നിയോജക മണ്ഡലത്തിൽ കീഴിൽ വരുന്ന 10 പഞ്ചായത്തുകളിൽ നിന്നായി 5000-ത്തിലധികം പ്രവർത്തകർ സ്വീകരണ സമ്മേളനത്തിൽ പങ്കെടുക്കും. ജാഥയിൽ പ്രതിപക്ഷ നേതാവിനൊപ്പം സ്ഥിരം ജാഥാംഗങ്ങളായ ബെന്നി ബെഹനാൻ MP, PM സലാം, VK ശ്രീകണ്ഠൻ MP, ഷാനിമോൾ ഉസ്മാൻ, M ഷംസുദ്ദീൻ MLA, മോൻസ് ജോസഫ് MLA, NK പ്രേമചന്ദ്രൻ MP, CP ജോൺ, അനൂപ് ജേക്കബ് MLA, മാണി C കാപ്പൻ MLA, G ദേവരാജൻ, രാജൻ ബാബു എന്നിവർ സംസാരിക്കുമെന്ന് UDF നേതാക്കളായ ഇബ്രാഹിംകുട്ടി കല്ലാർ, MN ഗോപി, സേനാപതി വേണു, CS യശോധരൻ, ജോസ് പൊട്ടംപ്ലാക്കൽ, MJ കുര്യൻ, ബെന്നി തുണ്ടത്തിൽ എന്നിവർ പറഞ്ഞു. സിറ്റി വിഷൻ, നെടുങ്കണ്ടം. കുമളിയിൽ ഹിന്ദു ഏകതാ സമ്മേളനത്തിന് വേദിയൊരുങ്ങുന്നു. ഹിന്ദു ഏകതാ സമിതി കുമളി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഫെബ്രുവരി 22-ന് ഉച്ചകഴിഞ്ഞ് 2:30-ന് ഹോളിഡേ ഹോം ഓഡിറ്റോറിയത്തിലാണ് സമ്മേളനം നടക്കുക. പരിപാടിയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ അറിയിച്ചു. കുമളി ഹോളിഡേ ഹോമിൽ നടക്കുന്ന സമ്മേളനത്തിൽ കുമളി ശ്രീദുർഗ ഗണപതി ഭദ്രകാളി ക്ഷേത്രം മേൽശാന്തി ഉണ്ണിക്കണ്ണൻ പോറ്റി ഭദ്രദീപം തെളിയിക്കും. കുമളി ശ്രീനാരായണ ധർമാശ്രമം കാര്യദർശി ശ്രീമദ് ഗുരുപ്രകാശം സ്വാമികൾ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ഹിന്ദു ഏകതാ സമിതി പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാൻ സജീവ് വെമ്പള്ളി അധ്യക്ഷത വഹിക്കുന്ന യോഗത്തിൽ കോവിൽമല രാജാവ് രാമൻ രാജ മന്നാൻ അനുഗ്രഹ പ്രഭാഷണം നടത്തും. ഹിന്ദു ഐക്യവേദി സംസ്ഥാന സെക്രട്ടറി CN ജിനു മുഖ്യപ്രഭാഷണം നിർവഹിക്കും. സമ്മേളനത്തിൽ കുമളി ഗ്രാമപഞ്ചായത്തിലെ ക്ഷേത്ര മേൽശാന്തിമാർ, ക്ഷേത്ര ഭാരവാഹികൾ, സാമുദായിക സംഘടനാ നേതാക്കൾ, ഗുരുസ്വാമിമാർ, ഭജന സംഘം അംഗങ്ങൾ എന്നിവരെ ആദരിക്കുന്ന ചടങ്ങും സംഘടിപ്പിച്ചിട്ടുണ്ട്. ഭാരതത്തിലെ സന്യാസി വര്യന്മാരുടെ നിർദ്ദേശപ്രകാരം ഭാരതത്തിലെ എല്ലാ പഞ്ചായത്ത് അടിസ്ഥാനത്തിലും ഹിന്ദു ഏകതാ സമ്മേളനം എന്ന പ്രോഗ്രാം നിശ്ചയിച്ചിരിക്കുകയാണ്. അതിൻ്റെ മുന്നോടിയായിട്ട് നമ്മുടെ കുമളി പഞ്ചായത്തിലും ഹിന്ദു ഏകതാ സമ്മേളനം ഈ വരുന്ന ഫെബ്രുവരി 22-ാം തീയതി കുമളി ഹോളിഡേ ഹോമിൽ വെച്ച് 2 മണിക്ക് ശ്രീനാരായണ ധർമാശ്രമം കാര്യദർശി ശ്രീ ഗുരുപ്രകാശ. അതുപോലെ തന്നെ കേരളത്തിൽ 1000-ഓളം സമ്മേളനങ്ങൾ നടത്തുവാനായിട്ടാണ് ഹിന്ദു ഏകതാ സമിതി ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. ഈ സമ്മേളനം എന്ന് പറയുന്നത് ഇതോടുകൂടി അവസാനിക്കുന്നതല്ല. നമ്മുടെ ഹിന്ദുക്കൾക്കിടയിലുള്ള ഒരുമ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സമ്മേളനം ഞങ്ങൾ സംഘടിപ്പിക്കുന്നത്.
ഏകതാ സമ്മേളനത്തോടനുബന്ധിച്ച് നടന്ന ക്വിസ് ചിത്രരചനാ മത്സര വിജയികൾക്കുള്ള സമ്മാനദാനവും ചടങ്ങിൽ നടക്കും. പരിപാടിയെപ്പറ്റി അറിയിക്കുന്നതിനായി കുമളിയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ ഏകതാ സമിതി കുമളി പഞ്ചായത്ത് കമ്മിറ്റി ജനറൽ കൺവീനർമാരായ സതീഷ് പുല്ലാട്ട്, PV സന്തോഷ്, ഗജാൻജി, സാബു KS, കൺവീനർ മധു അശോകൻ എന്നിവർ പങ്കെടുത്തു. സിറ്റി വിഷൻ, കുമളി. വിവാഹം സ്വർഗത്തിൽ വെച്ച് നടക്കുന്നു എന്നാണ് പഴമൊഴി. എന്നാൽ സ്പെയിൻ സ്വദേശികളായ ഓസ്കാറിനും സെലിയയ്ക്കും ആ സ്വർഗം നമ്മുടെ ദൈവത്തിന്റെ സ്വന്തം നാടാണ്. ജാതിമത ഭേദമന്യേ കുമളിയിലെ ക്ഷേത്രമുറ്റത്ത് വെച്ച കേരളീയ തനിമയിൽ ഇവർ ഒന്നായപ്പോൾ അത് റിയൽ കേരള സ്റ്റോറിയുടെ മനോഹരമായ ഒരു അധ്യായമായി മാറി. കുമളിയിലെ ദുർഗാ ഗണപതി ഭദ്രകാളി ക്ഷേത്രം ഇന്നലെ ഒരു അപൂർവ വിവാഹത്തിന് സാക്ഷ്യം വഹിച്ചു. മന്ത്രോച്ചാരണങ്ങളുടെ പുണ്യത്തിൽ പൂജാരിയുടെ കാർമ്മികത്വത്തിൽ സ്പെയിൻ സ്വദേശിയായ ഓസ്കാർ തന്റെ പ്രിയതമ സെലിയയുടെ കഴുത്തിൽ താലി ചാർത്തി. കേരളത്തോടുള്ള അടങ്ങാത്ത പ്രണയമാണ് ഈ വിദേശ ദമ്പതികളെ കുമളിയിലെ ഈ മണ്ണിലെത്തിച്ചത്. 2010 മുതൽ കേരളത്തിന്റെ സ്ഥിരം സന്ദർശകനാണ് 47-കാരനായ ഓസ്കാർ. വർക്കലയിലെ കടൽ തീരവും തേക്കടിയിലെ പച്ചപ്പും ഓസ്കാറിന് പ്രിയപ്പെട്ടതാണ്. കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ക്ഷേത്രങ്ങൾ സന്ദർശിച്ചതിലൂടെ ലഭിച്ച ആത്മീയ അനുഭവം ഹൈന്ദവ ആചാരങ്ങളോട് അദ്ദേഹത്തിന് താല്പര്യമുണ്ടാക്കി. ഓസ്കാറിൽ നിന്ന് കേട്ടറിഞ്ഞ കേരളത്തെ പ്രണയിച്ചു തുടങ്ങിയ 37-കാരി സെലിയയും കഴിഞ്ഞ 3 വർഷമായി കേരളത്തിലെത്തുന്നുണ്ട്. ക്ഷേത്ര പൂജാരി കണ്ണന്റെ കാർമ്മികത്വത്തിൽ ക്ഷേത്രം പ്രസിഡന്റ് രവീന്ദ്രൻ നായരുടെ നേതൃത്വത്തിലാണ് വിവാഹം നടന്നത്. വിവാഹത്തിന് ശേഷം ക്ഷേത്ര ഭാരവാഹികൾ ഇവർക്കായി വിഭവസമൃദ്ധമായ കേരള സദ്യയും ഒരുക്കിയിരുന്നു. ആചാരങ്ങളും വിശ്വാസങ്ങളും ഹൃദയത്തോട് ചേർത്ത് പിടിച്ച ഈ വിദേശികളെ ക്ഷേത്ര കമ്മിറ്റിയും നാട്ടുകാരും ഇരു കൈയും നീട്ടിയാണ് സ്വീകരിച്ചത്. കേരളം സ്വർഗമാണ്. ഇവിടുത്തെ മനുഷ്യരും സംസ്കാരവും ഞങ്ങളെ അത്ഭുതപ്പെടുത്തുന്നു. വിവാഹശേഷം ഓസ്കാറും സെലിയയും ഒരേ സ്വരത്തിൽ പറഞ്ഞു. മതത്തിന്റെയും നാടിന്റെയും അതിർവരമ്പുകൾ മായുന്ന ഇത്തരം കാഴ്ചകളാണ് കേരളത്തിന്റെ യഥാർത്ഥ സൗന്ദര്യം. സിറ്റി വിഷൻ, കുമളി. KCYM രാജക്കാട് കുഞ്ചിത്തണ്ണി മേഖലകളുടെ നേതൃത്വത്തിൽ നടത്തുന്ന രണ്ടാമത് അഖില കേരള വടംവലി മത്സരം 22-ാം തീയതി ഞായറാഴ്ച വൈകിട്ട് 5 മുതൽ രാജക്കാട് ക്രിസ്തുരാജ് ഫൊറോന പള്ളി മൈതാനിയിൽ നടക്കും. ഇടുക്കി രൂപതാ മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നിൽ മത്സരങ്ങളുടെ ഉദ്ഘാടനം നിർവഹിക്കും. ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിലാണ് അറിയിച്ചത്. KCYM ഇടുക്കി രൂപതാ സമിതിയുടെ നേതൃത്വത്തിൽ നടത്തിവരുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ധനശേഖരണാർത്ഥം രാജക്കാട് കുഞ്ചിത്തണ്ണി മേഖലാ യൂണിറ്റുകൾ ചേർന്ന് സംഘടിപ്പിക്കുന്ന രണ്ടാമത് അഖില കേരള വടംവലി മത്സരം 22-ന് വൈകിട്ട് 5 മുതൽ രാജക്കാട് ക്രിസ്തുരാജ് ഫൊറോന പള്ളി ഗ്രൗണ്ടിൽ വെച്ച് നടത്തുമെന്ന് സംഘാടക സമിതി ഭാരവാഹികളായ ഫാദർ സെബാസ്റ്റ്യൻ മനക്കലേട്ട്, സാം പുള്ളിയിൽ, എബിൻ കച്ചിറ എന്നിവർ അറിയിച്ചു. 1 മുതൽ 16 വരെ സമ്മാനങ്ങൾ നേടുന്ന ടീമുകൾക്ക് 55,555 രൂപ മുതൽ 5,001 വരെ ക്യാഷ് പ്രൈസുകളും ട്രോഫികളും സമ്മാനിക്കും. കേരളത്തിലെ എല്ലാ പ്രമുഖ ടീമുകളും മത്സരത്തിൽ പങ്കെടുക്കും. മത്സരത്തിനുള്ള ഗ്യാലറിയും പന്തലും കോർട്ടുമടക്കം എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായെന്ന് സംഘാടകർ അറിയിച്ചു. രാജാക്കാട് കുഞ്ചിത്തണ്ണി മേഖല അണിയിച്ചൊരുക്കുന്ന രണ്ടാമത് അഖില കേരള വടംവലി ഈ വരുന്ന ഞായറാഴ്ച വൈകിട്ട് 5 മണിക്ക് രാജാക്കാട് ക്രിസ്തുരാജ് ഫൊറോന ചർച്ച് മൈതാനത്തിൽ വെച്ച് നടത്തപ്പെടുകയാണ്. കേരളത്തിലെ 50ഓളം വരുന്ന വടംവലി ടീമുകൾ ഈ അഖില കേരള വടംവലി മത്സരത്തിൻ്റെ ഭാഗമായിട്ട് എത്തിച്ചേരുന്നുണ്ട്. ഇടുക്കി രൂപത അധ്യക്ഷൻ അഭിവന്യ മാർ ജോൺ നെല്ലിക്കുന്നൽ പിതാവ് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയും ഇടുക്കിയുടെ പ്രിയങ്കരനായ MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ്, ഉടുമ്പൻചോല MLA ശ്രീ MM മണി തുടങ്ങിയ രാഷ്ട്രീയ പ്രമുഖർ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. മേഖലാ പ്രസിഡന്റ് എബിൻ ആഗസ്തി അധ്യക്ഷത വഹിക്കുന്ന സമ്മേളനത്തിൽ വച്ച് ഇടുക്കി രൂപതാ മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നേൽ ഉദ്ഘാടനം നിർവഹിക്കും. രൂപതാ ഡയറക്ടർ ഫാദർ സെബാസ്റ്റ്യൻ മനക്കലേട്ട് ആമുഖ പ്രഭാഷണം നടത്തും. ഡീൻ കുര്യാക്കോസ് MP മുഖ്യപ്രഭാഷണം നടത്തും. MM മണി MLA മുഖ്യാതിഥിയായി പങ്കെടുക്കും. രൂപതാ വികാരി ജനറൽമാരായ മോൺ ജോസ് കരിവേലിക്കൽ, മോൺ എബ്രഹാം പുറയാട്ട, മോൺ ജോസ് നരിതൂക്കിൽ, രാജക്കാട് ഫൊറോന പള്ളി വികാരി ഫാദർ മാത്യു കരോട്ടുകൊച്ചിറയ്ക്കൽ, മേഖലാ ഡയറക്ടർ ഫാദർ ജോസ് പുതിയാപ്പറമ്പിൽ, രാജക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് കിങ്ങിണി രാജേന്ദ്രൻ, രാജക്കാട് CI V വിനോദ് കുമാർ,
മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് VS ബിജു, അലക്സ് പുളിമൂട്ടിൽ, സിസ്റ്റർ ലിൻഡ, സിസ്റ്റർ റോസ്ന എന്നിവർ പ്രസംഗിക്കും. KCYM രൂപത പ്രസിഡന്റ് സാം സണ്ണി സ്വാഗതവും ജെറിൻ ജെ പട്ടാങ്കുളം നന്ദിയും അർപ്പിക്കും. സിറ്റി വിഷൻ, രാജാക്കാട്. വാഴത്തോപ്പിൽ വയോജനങ്ങളുടെ സൗഹൃദ സംഗമം ശ്രദ്ധേയമായി. വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്തും വനിതാ ശിശു വികസന വകുപ്പും ചേർന്ന് സംഘടിപ്പിച്ച സ്മൃതി മധുരം 2026 കലോത്സവം ഇന്ന് പാപ്പൻസ് ഓഡിറ്റോറിയത്തിൽ നടന്നു. ജീവിതാനുഭവങ്ങൾ പങ്കുവയ്ക്കാനും കലാപരമായ കഴിവുകൾ പ്രകടിപ്പിക്കാനും വയോജനങ്ങൾക്ക് വേദിയൊരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സ്മൃതി മധുരം 2026 എന്ന പേരിൽ വയോജന സംഗമം സംഘടിപ്പിച്ചത്. വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ നിന്നുള്ള നിരവധി മുതിർന്ന പൗരന്മാർ പരിപാടിയിൽ പങ്കെടുത്തു. ചെറുപ്പകാലങ്ങളിൽ ഒന്നിച്ചായിരുന്ന പലരും വർഷങ്ങൾക്ക് ശേഷം ഈ വേദിയിൽ വെച്ച് കണ്ടുമുട്ടുകയും അവർ തമ്മിലുള്ള ആ കൂടിക്കാഴ്ചയും സദസ്സിലുണ്ടായിരുന്ന പലരുടെയും കണ്ണുകളെ ഈറനണിയിക്കുന്ന തരത്തിൽ ആയിരുന്നു. പലരും തങ്ങൾ ഇതുവരെ കടന്നു വന്ന കാലഘട്ടത്തിലെ ഓർമ്മകളും ജീവിതാനുഭവങ്ങളും പങ്കുവെക്കുന്നതിനൊപ്പം ഗാനങ്ങൾ, കവിതകൾ, നൃത്തങ്ങൾ, നാടൻ കലാപരിപാടികൾ എന്നിവ അവതരിപ്പിച്ചു. വയോജനങ്ങൾ അവരുടെ കലാപരമായ കഴിവുകൾ തെളിയിച്ച വേദി കൂടിയായിരുന്നു ഈ വയോജക സൗഹൃദ സദസ്സ്. വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സിബി തകരപ്പള്ളി അധ്യക്ഷത വഹിച്ച യോഗം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസ് ഉദ്ഘാടനം ചെയ്തു. ഇന്ന് നമ്മളിവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും കൂടെ കൂടി ആടിയും പാടിയും നമ്മൾ ഉച്ച ഭക്ഷണമൊക്കെ കഴിച്ച് വളരെ സന്തോഷമായിട്ട് നമുക്ക് ഒത്തിരി ദിവസങ്ങളൊക്കെ കൂടി നമ്മൾ കാണുന്ന ആളുകളാണ്. അല്ലെങ്കിൽ ആ ഒരു കുറച്ച് ദിവസം കൂടി കണ്ടപ്പോഴത്തെ ആ സന്തോഷം പങ്കുവയ്ക്കുവാനും വിശേഷങ്ങൾ ചോദിക്കുവാനും അവർക്ക് പറയുവാനുള്ളത് കേൾക്കുവാനും ഒക്കെ കുറച്ച് സമയം കണ്ടെത്തുക, അതാണ് ഇന്നത്തെ ഈ പരിപാടി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ആ സമയം കണ്ടെത്തുമ്പോൾ ഇന്നത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ഇവിടെ കൂടിയിരിക്കുന്ന ഒരാളും ഒരാളും മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമായി ഇന്ന് നമ്മുടെ ഇവിടെ നടത്തപ്പെടുന്ന ഈ സ്മൃതി മധുരം എന്ന പരിപാടി മാറണം. അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. വയോജനങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും സമൂഹത്തിൽ അവരുടെ ജീവിത പങ്കാളിത്തം ഉറപ്പാക്കുകയും ചെയ്യുന്നതാണ് ഇത്തരം പരിപാടികളുടെ ലക്ഷ്യമെന്ന് സംഘാടകർ അറിയിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സെയിലിൻ വിൻസെന്റ് മുഖ്യപ്രഭാഷണം നടത്തി. പഞ്ചായത്ത് അംഗങ്ങളായ ജോസഫ് പാലാട്ടിൽ, സാലി ബാബു, റിൻസി സബി, ടിൻഡു സുഭാഷ്, സാലി ബാബു എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. സിറ്റി വിഷൻ, ഇടുക്കി. സ്വർണം വെള്ളി നിരക്കുകൾ. ബെന്നീസ് ജുവലറി, സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങളുടെ കലവറ. സ്വർണ്ണാഭരണങ്ങൾ ഹോൾസെയിൽ വിലയിൽ സ്വന്തമാക്കാം. 22K 916 ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ. രാജ്കോട്ട്, സിംഗപ്പൂർ, ടർക്കിഷ്, കുവൈറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ്. 92.5 വെള്ളി ആഭരണങ്ങൾ. എവർക്കും അനുയോജ്യമായ ബഡ്ജറ്റിൽ 95% എക്സ്ചേഞ്ച് വാല്യൂ ലഭിക്കുന്ന ഡയമണ്ട് ആഭരണങ്ങളുടെ വലിയ ശേഖരം. ഇനി മനസ്സുപോലെ പരിശുദ്ധമായ പൊന്ന്. ബെന്നീസ് ജുവലറി, ബെന്നീസ് ടവർ, ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ, രാജാക്കാട്. സ്വർണം ഗ്രാമിന് 14,600 രൂപ, പവന് 1,16,800 രൂപ, വെള്ളി ഗ്രാമിന് 290 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വാഴത്തോപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസിന്റെ സാരി വലിച്ചു പറിച്ചെന്ന ആരോപണത്തിന് പിന്നാലെ സംഘർഷം. ഹോട്ടൽ മാലിന്യവും മനുഷ്യ വിസർജ്യങ്ങളും പുറത്തേക്ക് ഒഴുക്കി തടിയമ്പാട് പ്രദേശവാസികൾ ദുരിതത്തിൽ. വേനലിന്റെ ആരംഭത്തിൽ തന്നെ വറ്റി വരണ്ട കല്ലാർ ഡാം. സാധാരണ ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് ഡാമിൽ ജലം കുറയാറുള്ളത്. കൊന്നത്തടി കൊമ്പടിഞ്ഞാലിൽ ഒരു കുടുംബത്തിലെ 4 പേർ വീടിന് തീപിടിച്ച് മരിച്ച സംഭവത്തിന്റെ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിട്ടു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.